ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ കാണുന്ന വീട് മാർച്ച് 31 ജപ്തി ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ഇത് 8 സെൻറ്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റ് വീടാണ്. 71 കോല് ചുറ്റളവാണ്. ഇത് ഇരുമൽപ്പട്ടിക്കുന്ന ആലുവ 3 റോഡിൽ നിന്ന് ഇരുമൽപ്പട്ടിക്കുന്ന കൊട്ടപ്പട്ടി വന്ന റോട്ടിലാണ് ഈ സ്ഥലം. ഇവിടെ മൊത്തം 5 പേരാണ്. 3 പിള്ളേർ, 2 പിള്ളേർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നു, ഒരാൾ കോളേജിൽ പഠിക്കുന്നു. ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു തുരുമ്പിടിച്ച വണ്ടി റോട്ടിൽ നിന്ന് മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് പൈസ അടയ്ക്കാൻ പറഞ്ഞു വന്നേക്കണം. ഇത് പഞ്ചായത്തിൽ നികുതി എടുക്കുന്നതിൻ്റെ ജപ്തി എന്ന് പറഞ്ഞു വന്നേക്കണം. ഇത് ബാങ്കുകളിൽ നിന്ന് വന്നേക്കണം. ഇത് 32 ലക്ഷം രൂപ അടിക്കാൻ പറഞ്ഞു വന്നേക്കണം. എൻ്റെ കള്ളത്താണ്. അപ്പം ഇത് മുഖ്യമന്ത്രി ഇവിടെ പരാതി കൊടുത്ത് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി നടപടി ഉണ്ടോയെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഈ മറ്റേ ജില്ലാ കളക്ടർ കൊടുത്തു, അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തു, പിന്നെ 1056 വിളിച്ചു. സർക്കാരിൽ നിന്നും ഒരു ഗുണമില്ല, പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള ഒരു ആളുകളിൽ നിന്നും ഒരു ഗുണമില്ല. ഇനി ഇതിപ്പോൾ വാടകയ്ക്ക് പോകാൻ സെക്യൂരിറ്റി കൊടുക്കാൻ പൈസ ഇല്ല, വാടക കാശ് കൊടുക്കാൻ പൈസ ഇല്ല. അതുപോലെ വാടകയ്ക്ക് പോയാൽ തന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറാൻ പറയും, അന്നേരം താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഇത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ വീട് ഡീസൽ ഒഴിച്ചിട്ട് ഈ ഗ്യാസ് കുറ്റി വച്ച് ഈ വിഷം കഴിച്ച് മരണമല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. ഇത് എല്ലാം ജനങ്ങളെ അറിയിക്കും. ജനങ്ങൾക്ക് മാത്രം, ഇനി സർക്കാരിൽ നിന്നുള്ള ഒരു ഗുണമില്ല. ഇനി ജനങ്ങളിൽ നിന്ന് മാത്രമാണ് സഹായം പ്രതീക്ഷ. നിങ്ങളും കൈ കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 31 മരണമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. വേറെ ഒരു മാർഗവുമില്ല. നിങ്ങളെല്ലാ ആൾക്കാരും സഹായിക്കണം.